പ്ലാവാണ് നമ്മുടെ ഇന്നത്തെ താരം. അമ്മ പറയുന്നേട്ടെ പ്ലാവേ ഒരു ചക്ക വേണോന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, പ്ലാവ് ഒരു ചക്ക ഇന്ന് കൊടുക്കുന്നതായിരിക്കും. ബാ. അപ്പൊ ഇത് ആക്ച്വലി വരിക്കപ്ലാവാണ്. അപ്പൊ ഇത് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കൂ? ഇത് വരിക്കപ്ലാവാണേ. അപ്പൊ ഇതിലെ ചക്കയൊന്നും ഞങ്ങൾക്ക് അങ്ങനെ കിട്ടാറില്ല. കാരണം ഇത് റോഡ് സൈഡിലായതുകൊണ്ട് പഴുത്തിട്ട് ചക്ക താഴെ പോവും. അപ്പോ റെയറായിട്ട് ഞങ്ങൾ അടത്ത് വെച്ച് പഴുപ്പിക്കാറാണ് പതിവ്. അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. ഞാൻ പറഞ്ഞിട്ടില്ല, അമ്മ ചക്കയുടെ ആളാ. അപ്പൊ ഇന്ന് ഞാൻ ആക്ച്വലി ഒരു ചക്ക പറിച്ച് മാറ്റി വെച്ചേക്കണം. ആശാട്ടി അറിഞ്ഞില്ല. അപ്പൊ എൻ്റെ കൂടെ കുറെ നേരം കൊണ്ട് ചക്ക അടക്കാവോ വേണേന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ ഈ വിളയാത്ത ചക്കയെ നോക്കിയിട്ട് വിളയാത്ത ചക്ക കാണിച്ചു കൊടുത്തേ, വിളഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിൽക്കുവാണേ. ഞാൻ ഒരെണ്ണം പറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കാര്യം അറിഞ്ഞില്ല. അപ്പൊ നമുക്ക് ഇന്ന് ഈ വരിക്കപ്പെണ്ണിനെ കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാം. ഓക്കെ. പ്ലാവിന്റെ മൂട്ടിന്ന് വരൂലെന്ന് വാശിയിലാണ്. അതുകൊണ്ട് ഞാൻ തള്ളി തള്ളി കൊണ്ടുപോകേണ്ട ഗതിയെ. ചക്ക കിട്ടിയിട്ടേ വരുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. മഴ ചീറ്റി പോയി. അമ്മ കണ്ടം വഴി ഓടി മഴ പെയ്തപ്പോ ചക്കയ്ക്ക് വിളിക്കണം. ഇതിനിടയ്ക്ക് ഒരു മഴ പെയ്തതേ, മഴ നനഞ്ഞുകൊണ്ടാ ഞാൻ നിക്കണേ. അപ്പൊ അതുകൊണ്ട് തറ ചളമായി. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മുടെ ചക്ക പാക്ക് സ്റ്റോപ്പ് ചെയ്യണില്ല. ചക്ക ഇപ്പൊ എടുത്തോണ്ട് വരാം. നമുക്ക് ചക്ക എടുക്കാൻ പോവാം. ചക്ക എവിടെ ഇരിക്കുന്നെന്ന് അറിഞ്ഞിട്ടില്ല കേട്ടാ. ആശാട്ട് വിചാരിക്കുന്ന പ്ലാവിനൂടെ പരിഭവം പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഒരു ചക്ക തരാത്തയില്. ചക്കയൊക്കെ നമ്മളിവിടെ സെറ്റാണ്. ബാ, ചക്കപ്പെണ്ണ് വന്നേ. ചക്ക വന്നു, ആളും വന്നു. നമുക്ക് ഈ ഒരു പെണ്ണ് മാത്രമല്ല കേട്ടോ ഇവിടെ വരിക്കായിട്ടുള്ളത്. എവള് വരിക്കുക, എവള് തേൻ വരിക്കുക. തേൻ വരിക്കല്ലോ, എവള് ചെമ്പരത്തി വരിക്കുക. സാധാരണ എല്ലാ വട്ടം നല്ല വലിയ ചുളയാണ് കിട്ടുന്നത്. ഇപ്രാവശ്യം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ചെറിയ ചുളയായിപ്പോയി. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് കൂടുതലുള്ളപ്പോൾ ചക്കപ്പായസം വയ്ക്കും. നല്ല ടേസ്റ്റാണ് ചക്കപ്പായസം വയ്ക്കാനായിട്ട്. കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇപ്പം സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചക്കപ്പായസത്തിലോട്ട് പോകുന്നില്ല. പകരം ഇറുത്ത് എല്ലാവർക്കും കൂടെ കൊടുത്തങ്ങ് തീർക്കാൻ കരുതി. ചക്ക കിട്ടിക്കഴിഞ്ഞ പിന്നെ ബന്ധമൊന്നുമില്ല. അത് കണ്ട, ചക്ക കിട്ടുന്നവര് ചിരി ഉണ്ടായിരുന്നു, കുശലാന്വേഷണം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ചക്ക കിട്ടിക്കഴിഞ്ഞപ്പോ കണ്ട, ഇനി തിരിഞ്ഞു നോക്കണ്ട. ഇനി ആ കുരുമിച്ചം വരുന്നവരെ അനക്കവും കാണൂല, ആവിയും കാണൂല. എൻ്റെ കുഞ്ഞപ്പണ്ണൊരു ചക്കയെ കൊല്ലാക്കൊല ചെയ്യാനുണ്ടോണ്ട് ഞാൻ ഓടിച്ചെന്നെ പിടിച്ച് മേടിച്ച് അവൾക്ക് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. കൊള്ളാമന്നേ, കൊള്ളാമോ? ഇത് കൊള്ളൂലേ? പിന്നെ വരിക്കച്ചക്ക പിന്നെ എങ്ങനെ ഇരിക്കും? വരിക്കച്ചക്ക പിന്നെ ഇങ്ങനെ അല്ല, അവൻ എങ്ങനെ ഇരിക്കും? ഇത് എത്ര വർഷം പഴക്കമുള്ള പ്ലാവന്നേ? 5-6 വർഷോ? 5-6 വർഷം പഴക്കോ? ആ പ്ലാവ് എത്ര വർഷം പഴക്കമുണ്ടെന്നാണ് ചോദിച്ചാ. ആ പ്ലാവ് 5-6 ദിവസോ? ഓ മൈ ഗോഡ്, 5-6 ദിവസം. ചെറിയൊരു വിഷമമുണ്ട്. അമ്മയ്ക്ക് കൊടുത്തില്ല. അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റൂലെന്ന് അറിയത്തില്ല. അമ്മ ഇതിന്റെ ആളാണ്, അമ്മയെ പോലെ തന്നെ ചക്കയുടെ ആളാണ്. പക്ഷെ അമ്മയ്ക്ക് ഇപ്പം ഹോസ്പിറ്റലിൽ വന്നിട്ടല്ലേ ഉള്ളൂ. റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഫുഡിന്. അപ്പൊ ഇത് ദഹനത്തിന് പ്രശ്നം വരുമോ എന്താണെന്ന് ഒരു പിടിയില്ല. അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല ഇതുവരെയ്ക്കും. കൊടുക്കാൻ പേടിയാണ്. എന്തായാലും ഒരു ചോളം കൊടുക്കും കേട്ടോ, ടേസ്റ്റിന്. ഇവിടുത്തെ ചക്ക അടക്കുമ്പം അമ്മ വീട്ടിൽ കൊണ്ടുപോയി ഇരുന്ന് കുത്തിയിരുന്ന് കഴിക്കും. അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ ഒരു പേടി. കൊണ്ടുവന്നതല്ലേ ഉള്ളൂ, ബുദ്ധിമുട്ടാവും. കൂടുതൽ തരാൻ പേടി അമ്മ. അതുകൊണ്ടാണ് ഒരു ചുള മാത്രം തന്നെ കേട്ടാ. വേണോ ഇനി? കുഴപ്പമില്ലേ? അത് ഇത് കഴിച്ചു നോക്കി കുറച്ച് കഴിഞ്ഞിട്ട് തരാം കേട്ടാ. വയറുവേദന ഒന്നും വരണില്ല നോക്കിയിട്ട് തരാം കേട്ടാ. ദഹനം ശരിയാവണം അമ്മ. ദഹനം ശരിയായില്ലെങ്കിൽ വയറുവേദന വരും. കുറച്ച് കഴിഞ്ഞിട്ട് തരാമേ കേട്ടാ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ചക്ക ഫാമിലി. അപ്പൊ ഇനി അടുത്ത വേറെ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ. ടാറ്റ കൊടുക്കൂഞ്ഞ, ടാറ്റാ. ടാറ്റ കൊടുക്കമ്മ.
ബൈ ബൈ.